അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ബട്ടർസ്കോച്ച് പുഡിംഗ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മളെ പുഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ചൊന്ന് കടിക്കാനും പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ട് നല്ല കാരമലിൻ്റെ കളറാക്കി എടുക്കണം. ഈ സമയം നമ്മൾ അടുപ്പിൻ്റെ ചൂടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ കാരമൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കാരമലിൻ്റെ കളറായി തുടങ്ങുമ്പോൾ പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പിന്നെ അത് സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണ്ട. നമ്മളിതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് സ്പൂണിൽ വല്ലാതെ പറ്റിപ്പിടിക്കും. ഇപ്പോൾ ഇതാ കണ്ടോ, കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു കാരമലിൻ്റെ ആംബർ കളറാക്കി എടുക്കണം. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇപ്പോൾ ഇതാ നമ്മളെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഈ കാഷ്യൂ ഒക്കെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നിരത്തി വെച്ചതിന് ശേഷം അതിന് മേലേക്ക് കാരമൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറി സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിന് പകരം ഒരു 1/4 കപ്പ് പഞ്ചസാരയിൽ തന്നെ കാരമൽ റെഡിയാക്കിയിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ട് നട്ട്സ് കാരമലൈസ് ചെയ്തെടുത്താലും മതി. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. നമ്മളൊരു സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും കൂടെ സേവ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മളെ കാരമൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഈ ക്രീം കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കാരമലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഈ ക്രീമിൻ്റെയും പാലിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നമുക്ക് ഈ സോസ് എത്ര തിക്നെസ്സിൽ വേണം അതിനനുസരിച്ചിട്ടാണ്. നമ്മൾ സോസ് നല്ല തിക്കായാൽ നമ്മൾ ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ബ്രെഡ് അധികം സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇനി നല്ല സോഫ്റ്റ് ബ്രെഡാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഈ സോസ് റെഡിയാക്കി എടുത്താലും മതി. നമുക്കിനി നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പ്ലേറ്റിൽ നിന്നൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്കിതൊരു കവറിലിട്ടിട്ട് കുത്തിയെടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അധികം പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലാണ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാർ ഇതാ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ സെറ്റ് ചെയ്യാൻ എടുത്ത ട്രേ കുറച്ച് വലുതായതുകൊണ്ട് 1/2 കപ്പ് ക്രീമും കൂടെ എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ക്രീമിൻ്റെ അളവ് തീരുമാനിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പൊടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ 1/4 കപ്പ് ഉള്ളത്. പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യുക. പിന്നെ മധുരമുള്ള ക്രീമാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ക്രീം മിക്സിയിൽ ബീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ മിക്സി ചൂടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്രീം തിക്കായതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ ക്രീം പിരിഞ്ഞു പോകും. ഇനി ഇത് നല്ല ഹൈ പവറിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
നമ്മളിപ്പോൾ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിന് പകരം തിക്ക് ക്രീം യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഈ ക്രീമിന് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ക്രീമിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സോസ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ ക്രീം മെൽറ്റായി പോവും. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസാണിത്. ഇതിലേക്ക് അരികൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള കാരമലൈസ്ഡ് നട്ട്സ് ആണ്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമും കൂടെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള കാരമലൈസ്ഡ് നട്ട്സ് മേലെ വിതറിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇത് നമ്മളെ പുഡിങ്ങൊക്കെ തണുത്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ പുഡിങ്ങിൻ്റെ പരിപാടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം മറക്കാതെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.